ഹായ് നന്ദുസുവാക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ? ഹോം ടൂർ. കൊറേ നാളായിട്ട് എടുക്കണമെന്ന് ഞാൻ ചിന്തിച്ചിരിക്കുന്നു, പക്ഷെ ഇതുവരെ നടന്നില്ല അല്ലേ? അതന്നെ ഇപ്പഴാ നടന്നോ. ഞാന് കല്യാണം കഴിഞ്ഞാൽ നന്നിട്ട് ഞാൻ കമന്റ്സ് വെക്കുന്നതാണ് ഹോം ടൂർ എടുക്കുന്നു. ഒരു 3 മാസമായിട്ട് എല്ലാരും ചോദിക്കുന്നു ഹോം ടൂർ അപ്പൊ എന്തായാലും എടുക്കാന്ന്. അങ്ങനൊന്നുമില്ല, കുഞ്ഞൻ പറഞ്ഞോ. വന്നിട്ട് ഒരു 3 മാസമായിട്ടുള്ളു. വന്നിട്ട് വളർന്ന ആളാരാ ഇവിടെ? ഓക്കെ, നടക്ക്, ഞാൻ പറഞ്ഞുതരാം. പറ തുടങ്ങി. കേറി അത് നമ്മുടെ സിറ്റോട്ടാട്ടത്. പിന്നെ അകത്തേക്ക് പോയേ. യെസ്, അവിടെ ഹോള് ഇതിനൊക്കെ ഇനി കുറിച്ച് പറയാറിയുന്നത് നിങ്ങളാണ്. ഓരോന്നിനെ കുറിച്ച് കുറച്ച് കൃഷ്ണന്റെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇത് 2 നമ്മുടെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയത് അല്ലേ? ഇതും അല്ലേ? ബാക്കി 2 കൃഷ്ണന്റെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി ശംഖ്, പിന്നെ കുഞ്ഞമ്മ ചെന്ന കൂളിംഗ് ഗ്ലാസ്. ഇതിവിടെ ശരിക്കും ഇരിക്കേണ്ടതല്ല, കാറിൽ ഇരിക്കേണ്ടതാണ്. കാറിനൊക്കെ സർവീസ് കൊടുത്തേട്ടാ. ഇതിന്റെ അപ്പൂപ്പന മുന്നേട്ടാ. ഹീറോയുടെ വീഡിയോ എടുക്കാൻ വന്നിട്ട് ഹീറോയുടെ അതൊരു വീഡിയോയില് കമന്റ് വന്നുട്ടാ, ഹീറോ എവിടെ? നിങ്ങളുടെ അടുത്ത ഹീറോ എവിടെയെന്ന്. വീട്ടിൽ തന്നെ ഉണ്ട്. നമ്മളിപ്പോ കുറച്ച് വീഡിയോസിലായിട്ട് ഹീറോനെ കാണിക്കാത്ത തന്നെയാണ് ആൾക്കാരൊക്കെ ചോദിച്ചുട്ടാ. 8 വയസ്സായത്, പക്ഷെ കണ്ടാരും പറയില്ല. പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. ഇവിടെ ആരും കിടക്കാറൊന്നുമില്ല. പിന്നെ അനിയൻ കിടക്കാറുണ്ട് ഇങ്ങനെ അങ്ങനത്തെ. ഞങ്ങള് ചില ദിവസം ഉച്ചയ്ക്കൊന്ന് ഇവിടെ ചിലപ്പോ കിടക്കാറുണ്ട്. ഇവിടെ ഫുള്ള് ബ്ലൂ. നമുക്ക് അടുത്ത റൂമിക്ക് പോവാ. ഇവിടെ പിന്നെ ഇതാണ് അച്ഛന്റെ അമ്മയുടെ റൂം. അമ്മയുടെ അച്ഛന്റെ ഗ്രീന്. അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റ് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും, ഗ്രീന് മാച്ചായിട്ട് നോക്കട്ടാ. പിന്നെ കുഞ്ഞ് ഗിഫ്റ്റ് കിട്ടിയൊരു നമ്മുടെ കല്യാണത്തിന് എന്റെ ഫ്രണ്ട് കൊടുന്ന തന്നതാട്ടോ അത്, നെറ്റിപ്പട്ട്. പിന്നെ നമ്മുടെ വാച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഫേസ് വാഷ്, അങ്ങനെ കുറച്ച് സാധനങ്ങള്. അപ്പൊ ഇനി അടുത്തത് നമുക്ക് മേളിലേക്ക് പോവാം. അല്ല, കിച്ചൺ കാണിച്ചിട്ടില്ല. കിച്ചൺ ഇവിടെ ശരിക്കും ഈ കിച്ചനെ കുറിച്ച് പറയാനുള്ള ആള് ബാക്കിലാണ്, വീഡിയോന്റെ ബാക്കിലാണ് നിക്കണത്. അമ്മയുടെ ഏരിയയാണ് അല്ലേ? യെസ്, ഇതാണ് കിച്ചൺ. അമ്മ എപ്പോഴും ഇതേപോലെ തന്നെ ഇട്ടു, എപ്പോഴും അടക്കി ഒതുക്കി ഇവിടെ ഇടും. ഇപ്പൊ അമ്മയുടെ കൂടെ ഞാനും ഇവിടെ ഇടും അല്ലേ? യെസ്, കിച്ചൺ. ഇതാണ് കിച്ചൺ. പിന്നെ ഇവിടെ ഫ്രിഡ്ജ്, കുഞ്ഞൊരു വർക്ക് ഏരിയ പോലെ ഉണ്ട്. ചെറിയ വർക്ക് ഏരിയ, സാധനങ്ങളൊക്കെ വെക്കാനുള്ള വർക്ക് ഏരിയ, കാര്യങ്ങള്. നമ്മുടെ ഏരിയയിലേക്ക് എന്നെ ചതിച്ചൊരു സ്റ്റെപ്പാണിത്. അതെന്താ കാരണം കാണിക്കാം, പുറത്തേക്ക് കാണിക്ക്. ഇവിടെ ഒരു ചാമ്പയ്ക്കൊരു മരം ഉണ്ട് കേട്ടാ. ഏട്ട തൊട്ട ചാമ്പയ്ക്ക മരാണ്. അപ്പൊ കൊറേ ചാമ്പയ്ക്ക ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചെല്ലമിക്കൂടെ നോക്കിയിട്ട് ഇറങ്ങിയതാണ്. ഈ സ്റ്റെപ്പ് ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ നിലത്താണ് ഇന്ന് ഉച്ചക്ക് കുളിച്ചിട്ട് ഇറങ്ങുമ്പോ ചാമ്പയ്ക്ക നോക്കി സ്റ്റെപ്പ് കണ്ടില്ല. ഒറ്റ ഏട്ട നോക്കുമ്പോ എന്റെ ഫ്രണ്ടുള്ള ആളെ കാണാല്ലോ നിലത്തെത്തി. ഞാൻ ചാമ്പയ്ക്ക നോക്കി ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ
അപ്പൊ ഞാനെടുത്ത് കാലൊക്കെ മടങ്ങി ഇപ്പൊ ചെറിയൊരു വേദന ഉണ്ട് ഇത് നടക്കുമ്പോ. ഞാൻ കുഴപ്പമില്ല, നീ സ്റ്റെപ്പ് ഞാൻ ഒരിക്കലും വർക്കില്ല. ആ ചെടി പോയാ? ആ ചെടി വീഴെ വെക്ക. അപ്പ വലിയൊരു ടെഡ്ഡി ബിയർ വെക്കുന്നുണ്ട് ഇവിടെ. യെസ്, ഒരു കസാരം അങ്ങനെ വെച്ചിട്ടുണ്ട്. ആ പഴയ ഇവിടെ ഉണ്ടായിരുന്നാണ് പണ്ട് തുടങ്ങി നമ്മള് കഴുകി കൂടിയാക്കിട്ട് അത് മടക്കി വെക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യണുള്ളൂ. അപ്പൊ ഈ സാധനം ചിലപ്പോ വീഡിയോസിലൊക്കെ കണ്ടിണ്ടാവണം. നമ്മളുടെ ചില വീഡിയോസിലൊക്കെ നമ്മൾ ഇവിടെ നിന്നിട്ടാണ് എടുക്കാറ്. അപ്പൊ വീഡിയോ എടുക്കാൻ മാത്രം വന്നിരിക്കും, അടിച്ചൊരു തുടച്ചിരും, അല്ലാണ്ട് ഇവിടെ ആരും വന്നിരിക്കില്ല. അല്ല, അടിച്ചൊരു തുടയ്ക്കും അതിലടയ്ക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ വല്ല കൊളാബറേഷന്റെ വീഡിയോ അങ്ങനെയൊക്കെ എടുക്കാനുണ്ടെങ്കിൽ മാത്രമേ ഇവിടേക്ക് വരുള്ളൂ. അല്ല, ഞാൻ വന്നതിന്റെ ശേഷം തോന്നുന്നു പിന്നെ ഇവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ ഇരുന്നറിയുന്നു വീഡിയോ എടുക്കാനെങ്കിലും വന്നിട്ട്, അല്ലെങ്കിൽ ഒട്ടുമില്ല. എന്തിരിക്കാറൊന്നുമില്ല ഇവിടെ. നമ്മള് എന്തൊരു സ്ഥലവും വീട്ടിൽ അത് പണിഞ്ഞിരുന്ന സമയത്തൊക്കെ ഇരിക്കും, പിന്നെ ആരും ശ്രദ്ധിക്കൊന്നുമില്ല. ആദ്യം നിങ്ങൾ ഇരുന്നായിരുന്നു അച്ഛൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ എന്റെ വീഡിയോ കോളിൽ ഇടയ്ക്ക് പറയും ഇവിടെ വന്നിരിക്കാൻ, കാണിച്ചു തരാനൊക്കെ പറയുമ്പോ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് കൂടുതൽ നേരം ഇവിടെയായിട്ട് ഇരുത്തത് വീട്ടിൽ. ആദ്യമായിട്ട് നമ്മള് എൻഗേജ്മെന്റ് ഫംഗ്ഷന് വന്നിട്ട് ഇവിടെയാണ് ഞാൻ കൂടുതൽ നേരം ഇരുന്നത്. എന്റെ ബന്ധുക്കളും എല്ലാരും ഇവിടെ തന്നെയാണ് ഇരുന്നത്. അന്ന് എനിക്ക് പക്ഷെ ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഇങ്ങനെ പുറത്തേക്ക് നോക്കി എനിക്ക് ഇഷ്ടം. പക്ഷെ വന്നതിന് ശേഷം ഇരിക്കണില്ല. പക്ഷെ ഇതാണല്ലോ നല്ല വെയിലാണ് ഇപ്പൊ ഇരിക്കാം, അല്ലെങ്കിൽ കാലത്തോടൊന്നും ഇരിക്കാൻ പറ്റില്ല, ഇങ്ങനെ വെയിലായിരിക്കും. നമ്മുടെ ഒരു ഫോട്ടോ ഉണ്ട് ഇവിടെ. ഒരു ഏട്ടന്റെ കിച്ചന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ഉണ്ട് കേട്ടോ, കാണിച്ച എന്തൊരു ഡീസന്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും. ഇതിൽ ആരെന്ന് പറഞ്ഞു കൊടുക്കുക. ഇതെന്റെ ഭർത്താവ്, ഇത് കിച്ചു അതില്. അച്ഛന്റെ അമ്മയുടെ ഫോട്ടോയാണ്. പക്ഷെ അച്ഛന്റെ ആ വശം ചെറിയ കേടായി കുറെ വർഷമായി. പിന്നെ ഇവിടെ 2-3 ഫോട്ടോസ് എടുക്കണത് പഴയ ഫോട്ടോസാ. വർക്കിന്റെ സമയത്ത് വർക്കിനൊക്കെ പോണ ടൈമിലൊക്കെ അവിടെ എടുക്കുന്ന ഫോട്ടോസൊക്കെയാണ്. ഇത് അണ്ണ ചേട്ടൻ. എനിക്കറിയില്ല, പിന്നെന്താ ഇവിടെ പിന്നെ കുറച്ച് ദൈവങ്ങൾ, ദൈവം, ടെഡ്ഡി ബിയർ, പിന്നെ അച്ഛന്റെ അത് ഇത് കൂടിയുള്ള ഒരു ഫോട്ടോ. ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിയാ? എത്ര വർഷം? ഐ തിങ്ക് ഒരു 24. എത്ര ഉണ്ടാവും? ഒരു 4 ദിവസമൊക്കെ ഉള്ളപ്പോ കൊടുക്കുന്നതായിരിക്കും. അതെ, അച്ഛൻ കൊടുക്കണോ? അതെ. ഇത് പിന്നെ ഇതില് കുറച്ച് ട്രോഫികൾ കാര്യങ്ങളൊക്കെ ട്രോഫികളൊക്കെ എനിക്കുണ്ട്. പിന്നെ എനിക്ക് തുടയ്ക്കാനായിട്ട് കുറെ സ്ഥലം അതവിടെ ആരും ഇവിടെ അല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നെ നമ്മള് കൂളറുണ്ടായിരുന്നു, ഫാനും അങ്ങനെ ഇരിക്കുന്നു. പിന്നെ അപ്പുറത്തെന്ന് വെച്ചാല് ഒന്നുമില്ല, വാഷിംഗ് മെഷീൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ തുണി കഴിക്കില്ല, അതൊക്കെ അവിടെയാണ്. ഇനി നമ്മുടെ തുണിക്കുക സ്പെഷ്യൽ. ഇതാണ് ഞങ്ങളുടെ ലോകം. യെസ്, നമ്മളെ റൂമട്ടാ ഇത്. പിന്നെ ഏട്ടന്റെ കുറച്ച്, പിന്നെ ഇവിടെ ഒരു ഏട്ടന്റെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഒരു മേശ ഉണ്ട്. അതിപ്പോ നമ്മൾ കല്യാണമായിട്ട് വേറെ ഒന്നും പണിയിപ്പിച്ചേട്ട സിസ്റ്റം ഒക്കെ എടുത്തപ്പോ. പിന്നെ എന്റെ 2 ബാഗ് എന്താ, പിന്നെ അലമാരുണ്ട്, സ്റ്റാൻഡ്, ബാത്റൂമിൽ വശമുണ്ട്. പിന്നെന്താ ഇതിന്റെ ഉള്ളിലുണ്ട്. നമ്മളെ വീഡിയോയില് ഫുള്ള് ഇതിന് തന്നിട്ടായിരിക്കും. അതെ, ഇതാണപ്പോ നമ്മുടെ റൂം. ഈ റൂമിന്റെ ഒരു കളർ കോമ്പോ എന്ന് പറഞ്ഞാല് ആഷ് അല്ലെ, ആഷും ബ്ലാക്കും കൂടെ ഇതാണ് കളർ കോമ്പോ ആണ് ഈ റൂമിൽ കൊടുത്തത്. ഞങ്ങൾ ശരിക്കും അതിന്റെ അനുസരിച്ചാണ് ബെഡ്ഷീറ്റ് ഇടാറ്. ഇപ്പൊ എന്തൊരു നീരിട്ട് അതെ, കൂടുതൽ ബ്ലാക്ക് ആഷ് ഇടാറുണ്ടായിരുന്നല്ലോ.
ഇതിപ്പോ നാളെ കഴുകാത്തപ്പോ ഇതിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുന്നല്ലോ കേട്ടോ. പക്ഷെ അത് കരിക്കലായിരുന്നല്ലേ പുതിയ വാങ്ങിച്ചിരുന്നില്ലേ? രണ്ട് നമ്മുടെ ഉള്ളതൊക്കെ അങ്ങനത്തെ കളർ തന്നെയാണ്, ഒരെണ്ണം മാത്രമേ വ്യത്യാസ കളറായിട്ടുള്ളൂ. അതാണ് നമ്മുടെ റൂം. അപ്പൊ നമ്മുടെ ഹോം ടൂർ ഇത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഈ വീടിന്റെ ഹൗസ് വാമിങ്ങിന്റെ ഒരു വീഡിയോ ആണ് കേട്ടാ. അപ്പൊ ഇനി അതങ്ങനെ കാണാം. ഹൃദയം തഴുകി അഴകേ സമയമേ നീയൊഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ നിറയുക സിരകളിൽ അനുപമലഹരികളെ അകലിലേറെ മറഞ്ഞു നിന്നെന്തിനൻ മനസ്സിലെ കുങ്കുമം തളിർ വിരൽ തുമ്പിനാൽ കവർന്നു നീമലേ ജന്മകടങ്ങളിലൂടെ വരും നിൻ കാൽപ്പാടുകൾ പിന്തുടരാൻ എന്റെ മനസ്സിലലിഞ്ഞൊരുക്കും നിന്റെ പ്രസാദം പങ്കിടുവാൻ. ഇതാണ് നമ്മുടെ ചെറിയൊരു ഹോം ടൂർ കേട്ടാ. അപ്പൊ എനിക്ക് ഇത്ര ഒരു 3 മാസമായിട്ടില്ല ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അധികം ഇങ്ങനെ എടുത്ത് പറയാറിയില്ല വീട്ടിലത്തെ ഓരോ കാര്യങ്ങളും. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അറിയണ്ടാവും ഏട്ടാണ്. ഏറ്റവും ഇവിടെ ഒരു താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 12 വർഷമായി. സെപ്റ്റംബറിലേക്ക് 13 വർഷമാവും കേട്ടാ. അപ്പൊ ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു 3 മാസമായിട്ടുള്ളൂ. അപ്പൊ എനിക്ക് എല്ലാം അങ്ങനെ എടുത്ത് പറയാനൊന്നും അറിയില്ല. പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ കൊറേ ആൾക്കാർ നമ്മളോട് ചോദിക്കണ്ടായിരുന്നു കമന്റ്സ് ആയിട്ട് റെന്റിനാണോ വീടെന്ന്. അല്ലാതെ സ്വന്തം വീട് തന്നെയാണ്, റെന്റിനല്ല കേട്ടാ.
പിന്നെ കല്യാണം കഴിഞ്ഞ അന്നൊട്ട് എല്ലാവരും പറയുന്നതാണ് ഹോം ടൂർ ഇടുക അങ്ങനെ ചെറുത്തതാണ്. അല്ലാണ്ട് ഒരുപാട് നമുക്ക് ഹോം ടൂറിനെ കുറിച്ച് എനിക്ക് എടുക്കാനും വലിയ അറിവൊന്നുമില്ല. ഹോം ടൂർ ഇടുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടാക്കാനും വലിയ അറിവൊന്നുമില്ല. പിന്നെ എല്ലാവരും ചോദിക്കണ കാരണം ഒരു ഹോം ടൂർ എടുത്തു മാത്രം കേട്ടാ. എടുത്ത് ശരിയായിട്ടോ ഇല്ലേ തോന്നുന്നു ഞങ്ങൾക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു അത്ര ശരിയായിട്ടില്ല തോന്നുന്നു, അറിയില്ല. പിന്നെ നേരത്തോടുകൂടി എടുക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ എന്റെ കാല് ഞാൻ പറഞ്ഞില്ല, കുറച്ച് വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വീണ കാരണം കുറച്ചേരം കെടുന്നു. അതൊക്കെ കഴിഞ്ഞ് പെയിൻസുകളാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ചിലപ്പോ വെളിച്ചത്തിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളൊന്നും വലിയ കാര്യമായിട്ട് നമ്മളൊന്നും അറിയില്ല ശരിക്കും ഹോം ടൂർ എടുക്കാൻ. അതാ പ്രശ്നം. എങ്ങനെയൊക്കെ എടുത്ത് എല്ലാരും ചോദിക്കാൻ കാരണം. പിന്നെ കൊറേ നാളെ ഞാൻ ഇപ്പൊ ഹോം ടൂർ ഇടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകണം. പിന്നെ അതങ്ങനെ വലിപ്പിക്കണ്ട വെച്ചിട്ടാണ് കേട്ടാ. നമ്മളിപ്പോ വീഡിയോ ഇട്ടിട്ട് 2-3 ദിവസമായി. നമ്മള് തിരക്ക് ഒഴിയുന്ന സമയമില്ല. അതിന്റെ പിന്നെ എണ്ണും കുറച്ച് വയ്യാണ്ടായി. തിരക്ക് പിന്നെ ഷോറൂമിൽ പിന്നെ നമ്മളെ കാറ് സർവീസിന് കൊടുത്തിട്ടാണ്. അപ്പൊ അങ്ങനെ കുറച്ച് തിരക്കുകളായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. പിന്നെ കൊറേ ദിവസമായി, ഇപ്പൊ എനിക്ക് തോന്നുന്നു 3-4 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. ഞങ്ങള് വർക്കുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കാല് വേദനിച്ചിട്ട് ഞാൻ എടുക്കാൻ നിന്നത് ഇപ്പൊ 3-4 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട്. കാണാനും കുറെ ആൾക്കാർ ചിലപ്പോ നമ്മുടെ വീഡിയോന് വേണ്ടി വെയിറ്റിംഗ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വെച്ചിട്ടതാണ്. അത്യാവശ്യം നീണ്ട് അവൻ ഒരുമിച്ച് വന്നു വയ്യായില്. പിന്നെ വർക്ക് നമ്മളിങ്ങനെ സ്ഥിരം വീഡിയോ ഇടാന്നൊക്കെ പറയും. പക്ഷെ എന്തെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ വരും. ആദ്യം വയ്യാണ്ടായി ട്രിപ്പ് പോയി വന്ന് 2ാമത്തെ ദിവസം എനിക്ക് പ്രശ്നമായിട്ട് വയറിന് പ്രശ്നം തുടങ്ങി. അത് കഴിഞ്ഞ് മാറി വരുമ്പോഴേക്കും വർക്ക് ഉണ്ടായിരുന്നു. വയ്യാണ്ട് ഇരിക്കണ സമയത്ത് ഉണ്ടായിരുന്നു വർക്കിന് പോയി. പിന്നെ ഇപ്പൊ ഇന്നലെ കാറ് ഷോറൂമിൽ കൊടുത്തു. പിന്നെ സിനിമ കാണാൻ പോയി പ്രിൻസ് അല്ലേ? അഭിപ്രായം പ്രിൻസിനെ കുറിച്ച്? എനിക്കിഷ്ടായിട്ടാ. അത് കണ്ടപ്പോ കുറച്ചേരത്തേക്ക് ഒരു സമ്മതമൊക്കെ പോലെ തോന്നി. പക്ഷെ നമുക്കൊക്കെ പറ്റിയൊരു ഇതല്ല. പക്ഷെ നമ്മള് അതേ ഇല്ല. വ്ളോഗേഴ്സിനെ കുറിച്ച് പറയണ്ടെങ്കിൽ പക്ഷെ നമ്മളതേ ഇല്ല അല്ലെ? അതേപോലെ നമ്മളതിന്റെ നേരെ തിരിഞ്ഞാണ്. എന്നാലും കാണാൻ നല്ല രസമാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു നിർബന്ധിച്ചിട്ടാണ് നമുക്ക് ഇഷ്ടണ്ടായിരുന്നില്ല കേട്ടോ ഈ സിനിമ. എന്താ വെച്ചാൽ റിവ്യൂ കേട്ടത് അത്ര നല്ലതെന്നല്ല എല്ലാരും പറഞ്ഞത്. അപ്പൊ എന്നെ ഇഷ്ടണ്ടായിരുന്നില്ല. ഞാൻ കൊറേ ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നു പോവാന്ന് പറഞ്ഞു. വേണ്ട നമുക്ക് നരിവേട്ട എന്റെ അപ്പൊ അതിന് പോവാന്ന്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ വിട്ടുണ്ട് ഇങ്ങനെ അടഞ്ഞ് പോകണ്ടാന്ന് വെച്ച്. അപ്പൊ എന്റെ ഒരു റിലേറ്റീവ് പോയിട്ട് സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു നന്നായി എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ചോദിച്ചു നമുക്ക് പോവാ എല്ലാരും ഇടുന്നുണ്ട് നല്ല സിനിമ പറഞ്ഞിട്ട്. പക്ഷെ പോയപ്പോ എന്റെക്കാട്ട് കൂടുതൽ ചിരിച്ചിരുന്ന രണ്ടാള് ഇയാള്. നല്ല ആൺകുട്ടികൾക്ക് വലിയപ്പോ ഏട്ടന്റെ ഒരു ബന്ധു അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ അമ്പാടിക്കും കാണാൻ ഇഷ്ടണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഇഷ്ടമായി തോന്നുന്നു അവസാനമായപ്പോ. കണ്ടിരിക്കാറുണ്ട് ഇത് ആ സിനിമ. അത്യാവശ്യം ചിരിക്കണ സിനിമ അല്ലാണ്ട് ചിരിക്കാനും ഉണ്ട്, ഇമോഷണലും ഉണ്ട്, എല്ലാം ഉണ്ട് ആ സിനിമയില്. ഒരു ഫാമിലി ഒക്കെ കാണിക്കുന്നുണ്ട്. യൂട്യൂബേഴ്സിന്റെ കഥയായതുകൊണ്ട് നമുക്ക് കുറച്ച് ചിലതൊക്കെ നമുക്ക് നമ്മളെ ഒരു ഇത് തോന്നും, ചിലതൊന്നും ഒട്ടുമില്ല. എന്നാലും പിന്നെ നമുക്ക് യൂട്യൂബേഴ്സിന് കാണുമ്പോ ഒരു ഇതില് ചെറുക്കരുത്. ഞാൻ ഓരോ ഭാഗ്യാണ് പറയുന്നതൊക്കെ. ചിലതൊക്കെ നമുക്ക് വന്ന സിറ്റുവേഷൻ കല്യാണം അല്ലേ, കല്യാണത്തിന് കുറച്ചതൊക്കെ വന്നപ്പോ നമ്മൾക്കൊക്കെ ഒരു ബന്ധം തോന്നി. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ സിനിമ. നരിവേട്ട അറിഞ്ഞിട്ടുണ്ട്. അതുകൂടി കാണുമ്പോ പിന്നെ ചില ഓരോരുത്തരുടെ അഭിപ്രായങ്ങളായിരിക്കും ഓരോരുത്തർ പറയണ്ടാവാ. ഞങ്ങളുടെ എന്റെ അഭിപ്രായത്തിന് ഭയങ്കര ഇഷ്ടമായി. എനിക്കിഷ്ടായി. ഞാൻ നെഗറ്റീവ് കണ്ടിട്ട് പോകാണ്ടിരുന്ന ഞാൻ പിന്നെ പോയപ്പോ എനിക്കിഷ്ടായി. അപ്പൊ എല്ലാവർക്കും ഒരു വട്ടം ഇരുന്ന് കാണാനുള്ള സിനിമയൊക്കെ ഉണ്ട്. ചിരിക്കാനുണ്ട്, അല്ലാണ്ട് ഒരു സ്റ്റോറി ഉണ്ട് അതില്. പിന്നെ ഒരാള് ഒരു ഇമോഷനിലേക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നമുക്കന്ന് എനിക്കൊക്കെ ശരിക്കും സങ്കടം വന്ന് കരയണ ഒരു സിറ്റുവേഷനിലെത്തി. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ട്, അടിപൊളിയാണ്. എന്തായാലും എല്ലാരും ഒന്ന് പോയി കാണണം അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. പക്ഷെ കുറെ ആൾക്കാർ പോയി കണ്ടുട്ടോ. ഇപ്പൊ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. ആദ്യം കുറച്ച് നെഗറ്റീവ് വന്നെങ്കിലും ഇപ്പൊ കുറച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത്രേ ഉള്ളൂ അല്ലെ? പറഞ്ഞ് സിനിമ വരെ എത്തി. സിനിമ റിവ്യൂ പറയാൻ.
അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല, കണ്ട ഫിലിം നല്ലതായോണ്ട് പറഞ്ഞു മാത്രം. എനിക്ക് ഇഷ്ടായോണ്ട്. എനിക്ക് ദിലീപേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് പറയും ദിലീപിന്റെ പടം എപ്പോഴും കാണാൻ പോകും. എന്താ വെച്ചാൽ ഞാൻ എന്റെ വീട്ടിലുള്ളപ്പോഴും അത് ഞാൻ കണ്ട സിനിമ എന്നെ ഇഷ്ടപോലെ പറ്റിരുന്ന് കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല അതായത് ദിലീപേട്ടന്റെ പടം മാത്രമേ തന്നെ റിപ്പീറ്റ് കാണാൻ തോന്നുള്ളൂ. കൊറേ പഴയ സിനിമകൾ റിപ്പീറ്റ് കാണാൻ തോന്നും. എനിക്ക് ഇതായാലും കാണാൻ തോന്നിട്ട് റിപ്പീറ്റ് ഇല്ലേ, ചിരിക്കാനുള്ള തന്നെ കാണാനൊക്കെ തോന്നും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് ചോദിക്കണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ വരും അല്ലേ. ബൈ.